ഹലോ വ്യൂവേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ ഈ ടേസ്റ്റിൽ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മെഴുക്കുവരട്ടി ചെയ്യുന്നത് zucchini വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു zucchini വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ടുള്ള മെഴുക്കുവരട്ടി, അതല്ലെങ്കിൽ ഉപ്പേരി എന്ന് വേണേലും പറയാം, അത് തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ zucchini എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കുക്കുംബറിനെ പോലെ തോന്നുന്ന ഒരു വെജിറ്റബിൾ ആണ്. മാത്രമല്ല കുറച്ച് പേർക്കെങ്കിലും ഇതിനെ കൂസ എന്നുള്ള പേരിലായിരിക്കും അറിയുന്നത്. കാരണം അറബി കൺട്രീസിലൊക്കെ അറബിയിൽ ഇതിനെ കൂസ എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇതങ്ങനെ കണ്ടിട്ടില്ല, ഇനി ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇവിടെയാണ് കൂടുതലായിട്ടും ഇത് വാങ്ങിക്കാൻ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ, വളരെ സിമ്പിളായിട്ട്, പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മെഴുക്കുവരട്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പം ലൈറ്റ് കളറായിട്ടുള്ള സ്കിൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്കിന്നൊന്നും ഞാൻ മാറ്റിയിട്ട് എടുക്കുന്നില്ല. ഇതിൻ്റെ രണ്ട് എൻഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കനം കുറഞ്ഞിട്ട് അരിഞ്ഞിട്ട് എടുക്കാം. ഒരുപാട് കട്ടിയിൽ അരിഞ്ഞെടുത്താൽ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. ഈ ഒരു കനത്തിൽ വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് 3 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലൊരു പാത്രം വെച്ച് ചൂടായതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് 2 നുള്ള് വലിയ ജീരകം ചേർക്കാണ്. ചെറുതായിട്ട് ഒരു ജീരകത്തിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള സവാള നന്നായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയിട്ട് കുഴയുന്ന വരെ ഒന്ന് വഴറ്റിയിട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതിനകത്ത് ഇത് ഉണ്ടാക്കിയാലും മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മളിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള zucchiniയും അതിൻ്റെ കൂടെ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടെ ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കടുക് പൊട്ടിച്ചിട്ടും ചെയ്യാം കേട്ടോ. നമ്മൾ ആ ജീരകം ചേർത്തിയ സമയത്ത് കടുകും കറിവേപ്പിലയും കൂടെ ആയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു zucchini തന്നെ നന്നായിട്ട് വാട്ടർ കണ്ടൻറ്റ് ഉള്ളൊരു വെജിറ്റബിൾ ആണ്. അതുകൊണ്ട് അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ നന്നായിട്ട് ഇറങ്ങിയിട്ട് വരും. അപ്പോൾ നമ്മളിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലൂടെ ചേർക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിത് അടച്ച് വെച്ച് 2 മിനിറ്റിന് ശേഷം ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അങ്ങനെ വലിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് പോകരുത്, അത് അടിയിൽ പിടിക്കും. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് അങ്ങനെ ഇടയ്ക്ക് മിക്സ് ചെയ്തിട്ടൊക്കെ കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടുന്ന ഒരു സംഭവമാണിത്. ഒരുപാട് ടൈമൊന്നും വേണ്ട. ഇപ്പോൾ ഏകദേശം ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഇത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ വളരെ എളുപ്പത്തിലുള്ള zucchini വെച്ചിട്ടുള്ള മെഴുക്കുവരട്ടി. അതല്ലെങ്കിൽ ഇപ്പോൾ ഉപ്പേരി എന്ന് വേണമെങ്കിലും പറയാം. നല്ല എരിവോട് കൂടിയിട്ട് ഇത് ചെയ്യാം കേട്ടോ. നല്ല എരിവോട് കൂടിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നോക്കുക. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ രീതിയിലാകുമ്പോൾ നല്ല ഇഷ്ടമാവും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കടുകൊക്കെ പൊട്ടിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.